പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കുത്തിവെപ്പിനിടെ സൂചിയുടെ ഭാഗം ശരീരത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തള്ളി. വിദഗ്ധ സമിതി നൽകിയത് സംശയത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടുത്തിയ റിപ്പോർട്ടെന്ന് മന്ത്രി പറഞ്ഞു. DMEയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഇഞ്ചക്ഷൻ എടുത്തത് 2023-ലാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിന് സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചികിത്സാ പിഴവുകളിൽ പരാതിക്കാർ ആവശ്യപ്പെട്ടാൽ പുനഃപരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. മേഘന, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ആരോഗ്യമന്ത്രി? ഉന്മേഷ്, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രിക്ക് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആ യുവതി ഇഞ്ചക്ഷൻ വച്ചത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആശുപത്രിയിൽ ആ സമയത്ത് ചികിത്സ തേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് തെളിവില്ല എന്നുള്ളതാണ്. പിഴവിൽ തെളിവില്ല എന്നുള്ളതായിരുന്നു ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ പല ആശുപത്രിയിലും ചികിത്സ തേടിയേക്കാം, എങ്ങനെയാണ് ജില്ലാ ആശുപത്രിയെ തന്നെ പറയാനാവുക എന്നടക്കമുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തള്ളിയിരിക്കുന്നത്. അത് അങ്ങനൊരു റിപ്പോർട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ പറയുന്നത്. അത് വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി DMEക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുകയും ചെയ്യുന്നത് ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ ആരാണ് ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തത്, കാരണം OP ടിക്കറ്റിലടക്കം ഇഞ്ചക്ഷൻ എടുത്തതായി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ആ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തത്, ആ നഴ്സിനെ കണ്ടുപിടിക്കണം, എന്നിട്ട് ആ നഴ്സിനോടക്കം വിവരങ്ങൾ ചോദിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പലവിധ ചികിത്സാ പിഴവുകൾ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഒക്കെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അത് പിഴവില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളായിരുന്നു. എന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരാതിക്കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതിയായി ആരോഗ്യവകുപ്പിന് നൽകുകയാണെങ്കിൽ അത് വീണ്ടും അന്വേഷിക്കാം, അങ്ങനൊരു പുനരന്വേഷണം ആവശ്യമെങ്കിൽ ആവശ്യപ്പെടാമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഒരു കാര്യത്തിലും സംശയത്തിന്റെ ആനുകൂല്യം നൽകിയില്ല, അതുപോലെ തന്നെ മുൻവിധിയോടെ കാര്യങ്ങൾ കാണില്ല എന്നുള്ളതാണ് ഈ ആരോഗ്യമന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലും സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകിയാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. മേഘന മുരളി, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.